ഇതെന്താ രാവിലെ തന്നെ പരിപാടി? അത് ഇന്നലെ കുറച്ച് ചക്ക പറിച്ചിട്ട് പിന്നെ പഴുത്ത ചക്ക പറിച്ചിട്ട് മിക്സിയിലടിച്ച് വേവിച്ചൊക്കെ വെച്ചിരുന്നു. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുക. എന്തൊക്കെയാ ചേർത്തത് പിന്നെ കുറച്ച് ഏലക്കാന്റെ പൊടി ഇട്ടു, പിന്നെ ചെറിയ ജീരകം കുറച്ചിട്ട്. ചക്ക അല്ലാതെ വേറെന്താ? ചക്ക അല്ലാതെ തന്നെ ചെറിയ ജീരകം, ഏലക്കപ്പൊടി. അല്ല, വേറെന്തോ ഒരു വെളുത്ത സാധനം ചേർത്തില്ല? അത് റവ വറുത്തിട്ട് അത് ചേർത്ത്. ഞാൻ കുറച്ച് മുത്താറിപ്പൊടി ഇട്ടിട്ടുണ്ട്. ചക്ക എങ്ങനെയാ അരച്ചതോ? ചക്ക മിക്സിയിൽ അരച്ചത്. മിക്സിയിൽ ഒന്നങ്ങ് ഒതുക്കി, എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഉരുളിയിൽ മൂടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടുപ്പത്ത് നിന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത്, വേവിക്കല്ല, നന്നായി ചൂടാക്കിയെടുത്ത്. എന്നിട്ട് ഒന്ന് ഇതൊക്കെ ചേർക്കുക. ഞാൻ തേങ്ങ ചിരവിയിട്ടാണ് ഇടുന്നത്. പിന്നെ തേങ്ങ കുറച്ച് നെയ്യിൽ വറുത്തിട്ട് ഇടുന്നവരും ഉണ്ട്. ചക്കയും റവയും തേങ്ങ, ചെറിയ ജീരകം, ഏലക്കായ. എൻ്റെ വകയിൽ ഞാൻ കുറച്ച് മുത്താറിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഷുഗറൊക്കെ ഉള്ളവർ കഴിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുക. നെയ്യ് തടവിയിട്ട് ഒരു പാത്രത്തിൽ ഇടുക. ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവിയിട്ട് എല്ലാം സെറ്റാക്കുക. സെറ്റാക്കി ഇങ്ങനെ നെയ്യ് തടവിന്നിട്ട് ഇതിലേക്കെല്ലാം കൂടെ ഇട്ട് പാങ്ങാക്കിയിട്ട് ഇതിൽ കോരി ഇട്ടിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുക. ഇത് ഇടേനൻ്റെ ഇലയില്ലേ, ആ ഇലയിലൊക്കെ ആക്കണ നല്ല ടേസ്റ്റാണ്. ഇല പറിക്കാനൊക്കെ കൊന്നുമ കയറിക്കും. ഇപ്പോൾ പാമ്പിൻ്റെ പേടി കൊണ്ട് ഇതിന് പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. ഇതിങ്ങനെ സെറ്റാക്കുക. മണിക്കൂർ കഴിയണം, അപ്പോഴത്തേക്ക് ഇത് നല്ല ടൈറ്റായി വരുള്ളൂ. നല്ല രസം തിന്നാൻ. ചക്ക ഇവിടെ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അവിടെ വെച്ചാൽ മതിയോ? അടുപ്പത്ത് വെക്കണം. എത്ര മണിക്കൂർ? അരമണിക്കൂർ കൊണ്ട് സെറ്റാവും. അരമണിക്കൂർ. ഓക്കെ, നീ ഉണ്ടാക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മളെ ചക്ക അപ്പം റെഡി ആയി കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല രസമുണ്ട്. കാണാൻ നന്നായിട്ടുണ്ട്, തിന്നാനും നന്നായിട്ടുണ്ട്. സോഫ്റ്റ്. പിന്നെ മുത്താറി കൂട്ടിയിട്ട് ഒരു കുഴപ്പമില്ല അല്ലേ? ഹെൽത്തിയാണ്. മുത്താറി കൂട്ടിയത്. മുത്താറി റാഗി. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യുക. എല്ലാവരും ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി തിന്ന ഈ നല്ല ചക്കക്കാലത്ത്.